അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 1446 പുതിയ വർഷം കർണാടക സഖാഫികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർമ്മിക്കുന്ന പുതിയ വർഷമാണ്. നമ്മെ നാമാക്കി മാറ്റിയ, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മുടെ അഭിവന്യരായ അബുൽ അർവാഹ്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, മക്കളെ കാണാനാണ് ഇത്രയൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടായിട്ടും ഉസ്താദ് വന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഷെയ്ഖുനയെ കാണാൻ വേണ്ടി പോയി. സ്റ്റേറ്റ് നേതാക്കളോടുകൂടെ ചോദിച്ചു, കർണാടകയിലുള്ള എൻ്റെ മക്കളാണല്ലോ, ഉസ്താദിനെ മഹബത്ത് വെക്കുന്ന മോമിനീങ്ങൾ കോടിക്കണക്കിനുണ്ട്, ഉസ്താദിൻ്റെ അനുയായികൾ കോടിക്കണക്കിനുണ്ട്. ഉസ്താദിന്റെ കൽബിൽ സഖാഫികളാകുന്ന മക്കൾ, അത് വലിയ സന്തോഷമാണ്. ഞങ്ങളൊക്കെ സനദ് വാങ്ങുന്ന സമയത്ത് അമാമത്ത് നൽകി, തസ്ബീഹ് നൽകി, ആ സംഗമത്തിൽ ശൈഖുന ഉസ്താദ് അവറുകൾ ഞങ്ങളോട് പറയും, എവിടെ പോയാലും ഏത് മേഖലയിലുണ്ടായാലും എന്നെ കാണുമ്പോൾ നിങ്ങൾ സഖാഫി എന്ന് പറയണം. ഉസ്താദിന്റെ ഒരു ആഗ്രഹമാണ്, ഉസ്താദിന്റെ ആശയാണ്. സഖാഫികളാകുന്ന നമ്മൾ ഒന്ന് ഉയർന്നു കാണുമ്പോൾ പ്രഭാഷണ കലയിൽ, സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ, സംഘടനാ വേദികളിൽ, മഹല്ലിന്റെ വേദികളിൽ എൻ്റെ മകനാകുന്ന, എൻ്റെ മക്കളാകുന്ന സഖാഫികളാണെന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ മനസ്സ് നിറയുകയാണ്. നമ്മൾ മനസ്സിലാക്കിയത്, മൈത്ര ഹോസ്പിറ്റലിലേക്ക് ശൈഖുന ഉസ്താദിനെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായി ഏകദേശം 21 ദിവസം കഴിയുമ്പോൾ എല്ലാ സഖാഫികളാകുന്ന മക്കളും, അവരെ ഭാര്യമാരും, അവരെ ഉമ്മമാരും, അവരെ കുടുംബങ്ങളുള്ളവരും മറ്റു മോമിനീങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞതിന്റെ ആ ഫലമായി ശൈഖുന ഉസ്താദ് ആഫിയത്തോടുകൂടെ വന്നു. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, ശൈഖുനക്ക് പൂർണ്ണമായി സംസാരിക്കാൻ കഴിയുന്ന, ശൈഖുനക്ക് പൂർണ്ണമായി കൈ ഉയർത്തി സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥ അന്ന് ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് മർക്കസിന്റെ കമ്മിറ്റി ഭാരവാഹികളും ശൈഖുന ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളും മർക്കസിന്റെ നമ്മുടെ അസാതിദുകളൊക്കെ തീരുമാനിച്ചത്, നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന അവിടുത്തെ സംസാരം ഒന്ന് റാഹത്താകണമെങ്കിൽ, അവിടുത്തെ കൈ ഒന്ന് ഉയരണമെങ്കിൽ, അവിടുത്തെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ മരുന്നുകളും ട്രീറ്റ്മെന്റുകളും വൈദ്യശാസ്ത്രത്തിന്റെ മുകളിൽ മക്കളെ കാണണം. അങ്ങനെയാണ് നമ്മെ നോളേജ് സിറ്റിയിലേക്ക് ഉസ്താദ് ശൈഖുന നമ്മെ വിളിച്ചത്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകും, നമ്മൾ ഈ നോളേജ് സിറ്റിയിൽ ശൈഖുനയുടെ മുന്നിൽ പോയിരുന്നപ്പോ അവിടുന്ന് പറഞ്ഞത്, മക്കളെ നിങ്ങളെ കാണാനാണ് ഞാൻ വന്നത്, എനിക്ക് 2 വാക്ക് സംസാരിക്കണം നിങ്ങളോട് എന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു. അന്ന് ഏകദേശം 35 മിനിറ്റാണ് കൊട്ടപ്പുറം സംവാദത്തിൽ ഏത് രൂപത്തിലാണ് ഉസ്താദ് സംസാരിച്ചത്, ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളന വേദികളിൽ എങ്ങനെയാണ് സംസാരിച്ചത്, ഉസ്താദിന്റെ 2 കൈ പൊങ്ങുന്ന രീതിയിൽ അവിടുത്തെ വളരെ സ്ഫുടമായ രീതിയിലുള്ള സംസാരം. ഉസ്താദിന്റെ മക്കളെ കണ്ടപ്പോൾ ഉസ്താദിന്റെ സന്തോഷം കണ്ടതാണ്. അവിടുന്ന് മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും മർക്കസിൽ വന്നപ്പോ അവരൊക്കെ ശൈഖുനയോട് പറഞ്ഞത്, ഉസ്താദ് സ്വർഗത്തിനാണല്ലോ, അവിടെ എത്തുമ്പോ എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോ, ഓ കർണാടകയിലുള്ള ബാംഗ്ലൂരിൽ നിന്നും, ഷിമോഗയിൽ നിന്നും, ഹാസനയിൽ നിന്നും, ചിക്കമംഗ്ലൂരിൽ നിന്നും, ഉടുപ്പിയിൽ നിന്നും, അതുപോലെ കൊടകിൽ നിന്നും, ദക്ഷിണ കന്നഡയിൽ നിന്നും, ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് വന്ന 1000-ഓളം സഖാഫികൾ അവരോട് പറയുന്നത്, ശൈഖുന എന്ന് പറഞ്ഞത്, എനിക്ക് സ്വർഗത്തിൽ അങ്ങനെ ഒരു അവസരമുണ്ടെങ്കിൽ എന്റെ മക്കളാകുന്ന സഖാഫികൾക്ക് സഹീഹുൽ ബുഖാരി ദർസ് നടത്താൻ ഞാൻ എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹുവിനോട് ചോദിക്കും. ഉസ്താദിന്റെ മനസ്സ് നിറയെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, നമ്മളാണ് ഉസ്താദിന്റെ ജീവൻ, നമ്മളാണ് ഉസ്താദിന്റെ ഹിമ്മത്ത്. മഹാനായ ശൈഖുന ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒറ്റൊരു വാക്ക് ശൈഖുനയുടെ മുന്നിൽ പോയി അവിടുന്ന് പറഞ്ഞു, 8-ാം തീയതി സാഗർ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഉമറാക്കളിൽ പ്രധാനിയായ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടുത്തെ സാഗർ ഓഡിറ്റോറിയത്തിൽ മക്കൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മഹാനായ ശൈഖുനയുടെ മുഖം ഞങ്ങൾ കണ്ടതാണ്. സ്റ്റേറ്റ് അധ്യക്ഷരായ PP അഹമ്മദ് സഖാഫി അടക്കമുള്ള നേതാക്കൾ ഉസ്താദിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഉസ്താദിന്റെ മുഖം മങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ്. അപ്പോഴാണ് ശൈഖുനയുടെ മുഖം മങ്ങി
തുടങ്ങിയ കാരണം നമുക്ക് മനസ്സിലായത്. ശൈഖുന പറയുന്നു 1000-ഓളം സഖാഫികൾ അവിടെ വരുന്നുണ്ടല്ലേ, അവരിൽ ഒരുപാട് ജോലികളില്ലാത്തവരുണ്ടാകുമല്ലേ, ഒരുപാട് പാവപ്പെട്ടവരുണ്ടാകുമല്ലോ, ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അവിടുത്തെ വിഷമം സഖാഫികളായ നമ്മളാണ്, അവിടുത്തെ ബേജാറ് സഖാഫികളായ നമ്മളാണ്. ശൈഖുന ചിന്തിച്ചു, സാഗർ ഓഡിറ്റോറിയത്തിൽ എൻ്റെ മക്കൾ വരുമ്പോ എൻ്റെ കൈ കൊണ്ട് ഹദിയ കൊടുക്കണം എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്കൊക്കെ നമ്മൾ ഹദിയ കൊടുക്കുകയാണ്. എങ്കിലും മക്കളാകുന്ന ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ശൈഖുനക്ക് എന്തെങ്കിലും നൽകണം. ശൈഖുന ഇന്ന് വരെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് നൽകിയതല്ലാതെ മർക്കസിന് കൊടുത്തവർ, ബാച്ച് തലത്തിൽ കൊടുത്തവർ, തർമീം പദ്ധതിക്ക് കൊടുത്തവർ, ബാപ്പയാകുന്ന ശൈഖുനക്ക് മക്കളാകുന്ന ഞങ്ങൾ കൊടുക്കണമെന്ന രീതിയിലുള്ള ഒരു സന്തോഷം കൂടി വിവിധ ജില്ലകളിലേക്ക് പോയപ്പോ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദന്മാർ സഹകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ശൈഖുനയുടെ മുന്നിൽ ആർമിയായ സഖാഫി നമ്മുടെ കർണാടകയുടെ കൊടക് ജില്ലയിലുണ്ട്. അഡ്വക്കറ്റുമാരായ സഖാഫികൾ നമ്മുടെ കർണാടക സ്റ്റേറ്റിലുണ്ട്. പ്രഭാഷണ കലയിലും സ്ഥാപന നേതൃത്വത്തിലും സംഘടനാ നേതൃത്വത്തിലും മികവ് തെളിയിച്ച എഴുത്തുകാരായ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരായ മുദരിസുമാരായ മഹാന്മാരായ സഖാഫികൾ ഉണ്ടെന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് അല്ലാഹു ശൈഖുനക്ക് ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇന്ന് വന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരായ സഖാഫി ഉസ്താദന്മാർ വിവിധ ജില്ലകളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ പുറപ്പെട്ട, കൊടകിൽ നിന്നൊക്കെ രാത്രി തന്നെ പുറപ്പെട്ട പ്രിയപ്പെട്ട സഖാഫി ഉസ്താദന്മാർ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. 2005 ബാച്ചിലുള്ള സഖാഫികൾ അവർ ഇന്ന് വന്നവർക്കൊക്കെ വിഭവസമൃദ്ധമായ കടിയും ചായയും ഉണ്ടാക്കിയിട്ടുണ്ട്. 2005 സഖാഫിമാർ എന്തിനു വേണ്ടിയാണ് അത് ഒരുക്കിയത്? ആ സഖാഫി കൂട്ടായ്മയിൽ 6 സഖാഫികൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ ഓർമ്മിച്ചിട്ടാണ് അത് നൽകിയത്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇന്നിവിടെ ചായയും കടിയും ഒക്കെ പ്രിയപ്പെട്ട അക്കരങ്ങാടി മജീദ് ഹാജി, നമ്മുടെ അബൂ സാലിഹ് സഖാഫി പൂനൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. 2006 ബാച്ച് നല്ല രുചികരമായ നല്ല ജ്യൂസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മറ്റുള്ള രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സന്തോഷം നൽകും. ശൈഖുന ഇവിടെ ഉണ്ടല്ലോ, പുതുവർഷത്തിൽ മക്കളെ കാണാനുണ്ടല്ലോ. നമ്മൾ ഇവിടെ കാത്തു നിൽക്കുന്നത് ശൈഖുനയുടെ നസീഹത്തും അവിടുത്തെ ദുആവും അവിടുന്ന് തരുന്ന ഇജാസത്തും. അത് തന്നെ നമ്മുടെ ശരീഅത്ത് ഉസ്താദാണ്, നമ്മുടെ ത്വരീഖത്ത് ഉസ്താദാണ്, നമ്മുടെ ഹഖീഖത്ത് ഉസ്താദാണ്. ഉസ്താദിന്റെ മുകളിൽ ഒരു ശരീഅത്ത് വേറെയില്ല, ഉസ്താദിന്റെ മുകളിൽ ഒരു ത്വരീഖത്ത് വേറെയില്ല, ഉസ്താദിന്റെ മുകളിൽ ഒരു ഹഖീഖത്ത് വേറെയില്ല. നമുക്ക് സ്വർഗത്തിലേക്ക് കൈപിടിക്കേണ്ടത് ശൈഖുനയാണ്. അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കൂടാനുള്ള അവസരം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ദക്ഷിണകന്നഡ ജില്ല ചെറിയ രീതിയിലുള്ള ഒരു ഉപഹാരം ഹദിയയുടെ കൂടെ നൽകുന്നുണ്ട്. എല്ലാം കബൂലാവാൻ ദുആ ചെയ്യണം. സംസാരം നീണ്ടുപോയി, ക്ഷമാപണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നരായ ഷെയ്ഖുന VPM ഫൈസി വില്യാപ്പള്ളി ഉസ്താദ് അവറുകളെ, ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, ഒന്നരായ